നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മറിലായിരുന്നു യൂറോപ്പിന് പല സുപ്രധാന താരങ്ങളെയും നഷ്ടമായത്. നമുക്കറിയാം, ഒരുപാട് സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യയിലേക്ക് എത്തുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. ഇന്ന് ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് സാധിച്ചിട്ടുണ്ട്. സൗദിയിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എത്തിയേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് യുവേഫയുടെ പ്രസിഡന്റായ അലക്സാണ്ടർ സഫറിൻ അക്കാര്യം നിഷേധിച്ചിരുന്നു. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ അമാൻഡ സ്റ്റാവിലി ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ സൗദി ക്ലബ്ബുകളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കാണാം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അമാൻഡയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സൗദി ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. അത് എപ്പോഴാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ സൗദിയെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത് അധികം സമയമെടുക്കില്ല. ഇതാണ് ജിദ്ദയിൽ വെച്ച് നടന്ന ബ്ലൂംബർഗ് കോൺഫറൻസിൽ അമാൻഡ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സൗദി ക്ലബ്ബുകളെ ചാമ്പ്യൻസ് ലീഗിലേക്ക് കൊണ്ടുവരാൻ യുവേഫ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സൗദി അറേബ്യ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിലെ പ്രധാന ക്ലബ്ബുകളുടെ ഉടമസ്ഥത വഹിക്കുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തന്നെയാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെയും ഉടമസ്ഥർ. അവർ തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.